റോക്ക് ഇനി പൈസയ്ക്ക് ആർത്തിയാണോ, എന്തുകൊണ്ടാണ് ഫാൻസ് ഇങ്ങനെ പറയുന്നത് എന്ന് നോക്കാം. അതുപോലെ റോക്ക് റോമൻ റെയിൻസ് മാച്ച് സൗദിയിലാണോ വരാൻ പോകുന്നത്, അതിനെ പറ്റിയും പറയാം. പിന്നെ ഇക്കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നമ്മുടെ റാൻഡി ഓർട്ടന് വീണ്ടും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനെ പറ്റിയും പറയാം. അതുപോലെ AEW വിട്ട് WWE വന്ന അൺട്രേഡിനെ വീണ്ടും WWE റിലീസ് ചെയ്തിട്ടുണ്ട്, അത് എന്തുകൊണ്ടാണെന്നും പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മുടെ ഷിൻസ്കെ നാക്കമോറയെ പറ്റി പറയാം. അതായത് ഷിൻസ്കെ നാക്കമോറ ഇപ്പോൾ സ്മാക്ക് ഡൗൺ എപ്പിസോഡിലോ അല്ലെങ്കിൽ WWE ഒരു ഷോയിലും വരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് വരാത്തത് എന്ന് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള പ്ലാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഇനി അങ്ങോട്ട് ഷിൻസ്കെ നാക്കമോറ ഏത് നിമിഷം വേണമെങ്കിലും തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഇക്കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കാർമെലോ ഹെയ്സും സാമി സൈനും സംസാരിക്കുന്ന സമയത്ത് ദൂരത്തിൽ നിന്ന് ഒരു റെസ്ലർ വാച്ച് ചെയ്യുന്നത് പോലെ കാണിച്ചിരുന്നു. അപ്പോൾ അത് മറ്റാരുമല്ല, നമ്മുടെ ഷിൻസ്കെ നാക്കമോറയാണ്. നാക്കമോറ ഇനി വന്നുകൊണ്ട് സാമി സൈൻ്റെ കൂടെയാണ് സ്റ്റോറി ചെയ്യാൻ ചാൻസ്. അപ്പോൾ ഷിൻസ്കെ നാക്കമോറ ഏത് നിമിഷം വേണമെങ്കിലും WWE തിരിച്ചെത്താം. അപ്പോൾ നിലവിൽ പ്ലാനൊന്നും ഇല്ലാത്ത കാരണമാണ് ഈ ഒരു റെസ്ലറെ മാറ്റി നിർത്തിയിട്ടുള്ളത്. നാക്കമോറയുടെ കാര്യം നോക്കുമ്പോൾ മോശം അവസ്ഥയാണ്. അതായത് കുറച്ച് നാൾ മാറ്റി നിർത്തും, കൊണ്ടുവരും, ഏതെങ്കിലും ഒരു ചാമ്പ്യൻഷിപ്പ് കൊടുക്കും, വീണ്ടും മാറ്റി നിർത്തും, കൊണ്ടുവരും, ഇതുപോലെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലൂപ്പിൽപ്പെട്ട മറ്റ് 2 റെസ്ലേഴ്സും കൂടിയുണ്ട്, അതുപോലെ പറയാം. ഫസ്റ്റ് റാൻഡി ഓർട്ടൻ്റെ ഇഞ്ചുറിയെ പറ്റി പറയാം. അപ്പോൾ റാൻഡി ഓർട്ടനും ആ ഒരു ലൂപ്പിൽപ്പെട്ട റെസ്ലറാണ്. അതായത് റാൻഡി ഓർട്ടന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോറിയോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ WWE കയ്യിലില്ല. അതായത് ഇടയ്ക്ക് വരും, ഓരോ മാച്ച് ചെയ്യും, ആ മാച്ചിൽ തോറ്റതിന് ശേഷം ഒരു 3-4 ആഴ്ച മാറി നിന്ന് വീണ്ടും റിട്ടേൺ ചെയ്യും, എന്തെങ്കിലും മാച്ച് ചെയ്യും, അതിലും തോറ്റു കഴിഞ്ഞ റാൻഡി ഓർട്ടൻ വീണ്ടും പോയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ റാൻഡി ഓർട്ടനും ഈ ഒരു ലൂപ്പിൽപ്പെട്ട് കിടക്കാണ്. അപ്പോൾ ഇത് ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം. ഇനി റാൻഡി ഓർട്ടൻ്റെ ഇഞ്ചുറിയെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിലാണ് അത് സംഭവിച്ചത്. അതായത് റാൻഡി ഓർട്ടൻ ഡ്രൂ മാക്കിൻടയറുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ റാൻഡി ഓർട്ടന് ഇനി ഇഞ്ചുറി സംഭവിച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് റാൻഡി ഓർട്ടൻ ഇനി കുറച്ച് നാളത്തേക്കൊന്നും WWE വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത് സ്റ്റോറി ലൈൻ അല്ല, ശരിക്കും സംഭവിച്ച ഇഞ്ചുറി ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കേണ്ട. അതായത് സെത്ത് റോളൻസിനെ വെച്ച് ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറിയാണ് സംഭവിച്ചത് എന്നും സ്കാനിങ് റിപ്പോർട്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് WWE തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം മണി ഇൻ ദി ബാങ്കും ക്യാഷിങ് ചെയ്യിപ്പിച്ചു. ഇതിപ്പോൾ റാൻഡി ഓർട്ടന് ഇങ്ങനെ ഇഞ്ചുറി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഡ്രൂ മാക്കിൻടയർ കൂടി ഇവരുടെ സ്റ്റോറി പോകുന്ന സമയത്ത് റാൻഡി ഓർട്ടനെങ്ങാനും വില്ലനാക്കി കൊണ്ടുവരാനുള്ള പ്ലാൻ ആയിരിക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ നമ്മൾ റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ കറക്റ്റായിട്ടും ഇഞ്ചുറി സംഭവിച്ചതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ ഇവരങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു പ്രതീക്ഷയും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് റാൻഡി ഓർട്ടൻ ഇപ്പോൾ ഫേസായിട്ട് 10 പൈസയ്ക്ക് ഉപകാരമില്ല. വീണ്ടും പഴയ ലെവലിൽ ഹീലായാൽ മാത്രമേ റാൻഡി ഓർട്ടൻ സെറ്റ് ആവുള്ളൂ. ഹീലായിട്ട് റാൻഡി ഓർട്ടനെ സ്മാക്ക് ഡൗണിൽ നിന്നും മാറ്റി റോയിലേക്ക് കൊണ്ടുപോകണം. സ്മാക്ക് ഡൗൺ റാൻഡി ഓർട്ടന് ഒട്ടും മാച്ചല്ല. അപ്പോൾ ഇതാണ് റാൻഡി ഓർട്ടൻ്റെ ഇഞ്ചുറിയെ പറ്റി പറയാനായിട്ടുള്ളത്. ഇനി അൺട്രേഡിനെ WWE റിലീസ് ചെയ്ത കാര്യത്തെ പറ്റി പറയാം. നമ്മൾക്കറിയാം അൺട്രേഡ് മുൻപ് WWE വിട്ട് AEW പോയി, പിന്നീട് വീണ്ടും WWE ഓഫർ കൊടുത്ത സമയത്ത് 2024 റോയൽ റംബിളിലൊക്കെ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അടിപൊളിയായിട്ടാണ് അൺട്രേഡ് മുന്നോട്ട് പോയത്. അതായത് കുറച്ച് നാളൊക്കെ യൂസ് ചെയ്തില്ല എങ്കിലും അവസാന ടൈം ആയപ്പോൾ റൈ ഫീനിക്സിൻ്റെ കൂടെ ഒരു ടാഗ് ടീം പോലെ ക്രിയേറ്റ് ചെയ്ത് വേറെ ലെവലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ലൂച്ച ബ്രദേഴ്സിൻ്റെ ഒറിജിനൽ ടാഗ് ടീം പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ഇവിടെ അൺട്രേഡ് റൈ ഫീനിക്സ് ഇവരെ വെച്ചുകൊണ്ട് WWE നല്ലൊരു ടാഗ് ടീം എല്ലാം നമ്മൾക്ക് തന്ന് ടാഗ് ടീം മാച്ചൊക്കെ സ്മാക്ക് ഡൗണിൽ വെച്ച് സ്മാക്ക് ഡൗൺ സെറ്റായിട്ടാണ് പോയത്. ഇക്കഴിഞ്ഞ ക്ലാഷ് ഇൻ പാരീസിൽ വയർ 6ൻ്റെ കൂടെ അവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചും ഇവർ പ്ലാൻ ചെയ്ത് വെച്ചതായിട്ടും ആ മാച്ച് സെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്താണ് അൺട്രേഡയെ WWE സസ്പെൻഡ് ചെയ്തത്. അതായത് അൺട്രേഡ് വെൽനെസ് പോളിസി തെറ്റിച്ച് എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് അൺട്രേഡിനെ WWE സസ്പെൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയ കാരണമാണ് വൈറ്റ് 6ൻ്റെ കൂടെ ഫോഫിറ്റ്സിനെ ആ മാച്ചിൽ ആഡ് ചെയ്തത്. അവർക്ക് സ്റ്റോറി എല്ലാം സ്മാക്ക് ഡൗണിലും കൊണ്ടുപോയത്. ഇല്ലായിരുന്നുവെങ്കിൽ അൺട്രേഡ് റൈ ഫീനിക്സ് ആയിരുന്നു അവിടെ മത്സരിക്കേണ്ടത്. അതായത് ഇവരെ വെച്ച് നല്ലൊരു പുഷാണ് അൺട്രേഡയ്ക്ക് WWE പ്ലാൻ ചെയ്തത്. ആ സമയത്താണ് ഈ ഒരു പോളിസി അൺട്രേഡെ തെറ്റിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി ഇപ്പോൾ അൺട്രേഡയെ WWE റിലീസ് ചെയ്തതായിട്ടാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പോളിസി എല്ലാം തെറ്റിച്ചതിൻ്റെ പേരിൽ റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ
അത്രയ്ക്കൊന്നും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. അതായത് മൊത്തത്തിൽ ഇങ്ങനൊരു അഭിപ്രായം വരുന്നുണ്ട്. അതായത് ചെയ്ത തെറ്റിൽ എന്തായാലും സസ്പെൻഡ് ചെയ്തു, പിന്നീട് റിലീസ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന ടൈപ്പിലൊക്കെ. എന്നാൽ WWE അൻഡ്രാഡനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും സംസാരിക്കാൻ നോക്കിയ സമയത്തൊന്നും അൻഡ്രാഡയുമായിട്ട് സംസാരിക്കാൻ സാധിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വെൽനസ് പോളിസി പല റെസ്റ്റേഴ്സും തെറ്റിച്ചിട്ടുണ്ട്. അവർക്ക് വാർണിംഗ് എല്ലാം കൊടുക്കാറുമുണ്ട്. ചിലപ്പോൾ 60 ദിവസം അല്ലെങ്കിൽ 90 ദിവസമൊക്കെ സസ്പെൻഡ് ചെയ്ത് വാർണിംഗ് എല്ലാം കൊടുത്തു വിടാറുണ്ട്. പിന്നെ സസ്പെൻഡ് ചെയ്ത റെസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ WWEക്ക് ആ ഒരു ടോപ്പ് സ്റ്റാറിനെ എന്നേ നഷ്ടപ്പെട്ടേനെ. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അൻഡ്രാഡനെ WWE റിലീസ് ചെയ്തതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ പരിശോധിച്ച സമയത്ത് അൻഡ്രാഡെ മയക്കുമരുന്ന് യൂസ് ചെയ്തോ അല്ലെങ്കിൽ മദ്യം യൂസ് ചെയ്തോ എന്നൊന്നും ഇവർ പുറത്തു വിട്ടിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇനി TKO ഗ്രൂപ്പ് പ്രാന്തായിട്ട് റിലീസ് ചെയ്തതാണോ എന്നറിയില്ല. അവർക്ക് ഇങ്ങനെ ഒരു പണിയുമുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയേ ഉള്ളൂ. ചെയ്ത തെറ്റിന് ഒരു വാർണിംഗ് കൊടുത്തുകൊണ്ട് അൻഡ്രാഡനെ ഇവിടെ തന്നെ നിർത്താമായിരുന്നു. ഇനി റോമൻ റെയിൻസ്, ഇവരെ പറ്റി പറയാം. അതുപോലെ റോമൻ റെയിൻസും ഞാൻ നേരത്തെ പറഞ്ഞ ലൂപ്പിൽപ്പെട്ട ആളാണ്. അതായത് നാക്കമോറ റാൻഡി ഓർട്ടന്റെ പോലെ തന്നെ റോമനും ഒരു ലൂപ്പാണ്. അതായത് റോമൻ റെയിൻസ് വരും, ഏതെങ്കിലും റെസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യും, അവരുടെ കൂടെ സ്റ്റോറി ചെയ്യും. പിന്നീട് മെയിൻ മാച്ച് കഴിഞ്ഞതിന് ശേഷം അവർ ഇഞ്ചുറി ആക്കും, റോമൻ റെയിൻസ് WWE വിട്ട് പോകും. അല്ലെങ്കിൽ സ്റ്റോറി കഴിഞ്ഞ് റോമൻ റെയിൻസ് WWE വിട്ട് പോകും, വീണ്ടും 1.5 മാസം കഴിയും, റിട്ടേൺ ചെയ്യും, വരും, മറ്റൊരു റെസ്ലറായിട്ട് മാച്ച് ചെയ്യും, വീണ്ടും ഒരു 2-3 മാസത്തേക്ക് റോമൻ റെയിൻസ് പോകും. അപ്പോൾ ഇവർ 3 പേരുമാണ് ഇപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട് കിടക്കുന്നത്. ഇനി റോമൻ റെയിൻസ് മാച്ച് സൗദിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി പറയാം. അപ്പോൾ ഈ ഒരു മാച്ചിന് മാത്രം ഒരുപാട് പൈസ WWEക്ക് കൊടുക്കാം എന്നാണ് സൗദി പറഞ്ഞിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ റോമൻ റെയിൻസ് മാച്ച് അവിടെ നടത്തണം, അല്ലെങ്കിൽ റോമൻ റെയിൻസ് കോഡി റോഡ്സ് ഇവർക്ക് ട്രിപ്പിൾ ത്രെഡ് മാച്ച് അവിടെ നടത്തണം എന്നാണ് പറയുന്നത് സൗദി ടീം. അപ്പോൾ 2027 റെസൽമേനിയയിൽ റോമൻ റെയിൻസ് മാച്ച് അല്ലെങ്കിൽ ട്രിപ്പിൾ ത്രെഡ് മാച്ച് സൗദിയിലാണ് നടക്കാൻ പോകുന്നത്. അമേരിക്കൻ ഫാൻസ് ഈ ഒരു മാച്ച് കാത്തിരുന്ന് അവരവസാനം മണ്ടന്മാരായിട്ടുണ്ട്. സൗദിയിൽ നിന്നും ഒരുപാട് പൈസ കിട്ടുന്നത് കൊണ്ട് അവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത് റെസൽമേനിയ 2027. അപ്പോൾ റോക്കിനും അത് തന്നെയാണ് ഭയങ്കരമായിട്ടും താല്പര്യമായിട്ടുള്ളത്. അതുകൊണ്ടൊക്കെയാണ് റോക്കിന് പൈസക്കൊതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഫാൻസ് എല്ലാം രംഗത്ത് വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും മൊത്തത്തിൽ WWE കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. പൈസയ്ക്ക് വേണ്ടി മാത്രം എന്ത് തേങ്ങ വേണമെങ്കിലും ചെയ്യും ഇപ്പോൾ അവര്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. റോമൻ റെയിൻസ് അല്ലെങ്കിൽ റോമൻ കോഡി ഇവരുടെ മാച്ച് സൗദിയിൽ വരുന്നതിനെ പറ്റി. പിന്നെ എന്തുകൊണ്ടാണ് കോഡി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിറയെ മോശമായിട്ടുള്ള കമന്റ് നമ്മുടെ വീഡിയോയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇവിടെ മാത്രമാണ് കോഡിക്ക് ഭയങ്കരമായിട്ട് ഹേറ്റേഴ്സ് ഉള്ളത്. അവരുടെ എവിടെയൊന്നും ആ ഒരു പ്രശ്നമേ ഇല്ല. കോഡി റോഡ്സിന് വേറെ ലെവൽ സപ്പോർട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് കോഡി റോഡ്സ് ഇപ്പോഴും ടോപ്പ് സ്റ്റാർ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് സൗദി ടീം ഈ ഒരു ട്രിപ്പിൾ ത്രെഡ് മാച്ച് അല്ലെങ്കിൽ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അവിടെ വെക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക. ഇനി എപ്പിസോഡിന്റെ സമയത്തെ പറ്റി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. നാളെ എപ്പിസോഡ് സ്പെഷ്യൽ ടൈമിലാണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, 5:30 നിന്നും മാറി നാളെ 4:30ക്കാണ് എപ്പിസോഡ് ലൈവായി സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾക്ക് എപ്പോഴത്തെയും പോലെ നെറ്റ്ഫ്ലിക്സിൽ കാണാം. അതുമാത്രമല്ല ഇനി അങ്ങോട്ട് ചില എപ്പിസോഡ് സമയത്തിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയമെല്ലാം പറ്റാണെങ്കിൽ ഞാൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.